ഇവരാരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒന്നും അല്ല. ഇതൊക്കെ വെളിയിൽ കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമാണ്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പിൽ വേറെ കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് ഇവിടെ നിമിഷ ബൈജു സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് സൂം ചെയ്ത് എടുക്കാൻ പറഞ്ഞ് നിന്ന് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമസ്കാരം, കണക്റ്റീവ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് തരികിട സാബു, ബിഗ് ബോസ് വിന്നറാണ് ഫസ്റ്റ് സീസണിലെ. തരികിട സാബു ആണെങ്കിൽ കുറെ കാര്യങ്ങൾ ഈ മീഡിയാസ് എടുക്കുന്ന വീഡിയോസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലേഡീസിന്റെ ഈ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന നടിമാരുടെയൊക്കെ വീഡിയോ എടുക്കുന്നതിലെ തെറ്റും അതിൽ മിക്കവാറും പരാമർശിച്ചതല്ല നീലക്കുയിൽ എന്ന് പറഞ്ഞ ഒരു ചാനലിനെയായിരുന്നു. അത് മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ആരാണ് ഈ പിന്നിൽ നിന്നും വീഡിയോ എടുക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫംഗ്ഷനുകളിലും ഓരോ ഉദ്ഘാടന വേദികളിലും ഒക്കെ നടന്മാരും നടിമാരും എല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഇല്ല നമ്മളെല്ലാവരും ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ടാണ് അവരെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയത്തില്ല ഇതാരാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ. അപ്പം അവരാരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാബു മോൻ ഒരു വീഡിയോ എടുത്തിരുന്നു, ഇവരുടെ എല്ലാം വീഡിയോ. അതിനുശേഷം ഈ വരുന്ന നടന്മാരെ ഒക്കെ നിങ്ങൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, നിങ്ങൾ ചരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കുന്നു, നിങ്ങൾ നിവർന്ന് നിന്ന് വീഡിയോ എടുക്കുന്നു, ഇതൊന്നും ശരിയല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിലേക്ക് അത് ആരൊക്കെയാണ് എടുക്കുന്നത് എത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴേലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നും നോക്കാമല്ലോ എന്ന് പറഞ്ഞ് എടുത്താണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഉത്തരവും ഈ നിമിഷ ബിജു കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കറക്റ്റ് ഒരു ആൻസർ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് സാബു പറഞ്ഞത് ആദ്യം നമുക്ക് കേൾക്കാം. അവിടെ ഭയങ്കരമായിട്ട് ഈ അഴുക്ക് ആയി പോകുന്നു ഇവർ കാരണം, മനസ്സിലായി. ഇപ്പം അതുപോലെ ഇപ്പം ആക്ടേഴ്സിൻ്റെ കാര്യം നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നു ഇവർ കാരണം. ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനകത്ത് സാബു പറഞ്ഞതിൽ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഏതെങ്കിലും സ്റ്റേജുകളിലോ കാര്യങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു തുണി ഒന്ന് മാറിപ്പോയാൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന നടിമാരുടെ ലേഡീസിന്റെ ആരുടെ ആയിക്കോട്ടെ, തുണി ഒന്ന് മാറിപ്പൊക്കഴിഞ്ഞാൽ എടുത്തിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ സംഭവിച്ചത് കണ്ടോ, കുനിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഹെഡിങ് ഇടുന്നത്. അതിലൊക്കെ ഒരു മര്യാദ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് ന്യായമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പോൾ എടുക്കണം, ഇങ്ങനെ നിൽക്കുമ്പോൾ എടുക്കണം, ഞാൻ നിവർന്നു നിൽക്കുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിവർന്നു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഈ രണ്ട് ഭാഗവും ഉണ്ട്. രണ്ട് ഭാഗവും നമ്മൾ പറയണം. അതിന് ഈ വീഡിയോ എടുക്കുന്നവരെ മാത്രം കുറ്റം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന് നിന്ന് കൊടുക്കുന്നവരുണ്ട്. പിന്നെ മറുവശം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്, അബദ്ധത്തിൽ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു, അപ്പം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ ആണായാലും പെണ്ണായാലും ഒരു വസ്ത്രം ഒരു ഭാഗം പോലും മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും, അല്ലേ? അതെ അതെ അതിപ്പോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ലുങ്കിയൊക്കെ പുതച്ച് വേണം ഇപ്പൊ പോവാൻ. കാരണം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് പല ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഡിസൈനർ ഡ്രസ്സുകളൊക്കെ ഇടും. അപ്പൊ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് ആ വസ്ത്രത്തിന്റെ ഡിസൈനും സൗന്ദര്യം കാണാം. പിന്നൊന്ന് അവരുടെ അവിടെ ഇവിടെയുള്ള ശരീരഭാഗങ്ങളെ ക്ലോസപ്പിൽ പകർത്തിയിട്ട് അത് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പിന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശരിയല്ല. അത് ശരിയല്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പബ്ലിക് ഫംഗ്ഷനിലായിക്കോട്ടെ, ഒരു ഉദ്ഘാടനത്തിനായിക്കോട്ടെ, എന്തിനും വരുന്നവർ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല. ഈ പറയുന്നത് പോലെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ഡിസൈൻ കാണിക്കാൻ വേണ്ടി, ഈ ഡിസൈൻ കാണിക്കുന്നത് ആർക്കാ? ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഈ പബ്ലിക് ഫംഗ്ഷനിൽ ഇങ്ങനെയുള്ള ഡിസൈനുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. ഇപ്പം മാന്യമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ആക്ട്രസ് ആയിക്കോട്ടെ, അവർ വരുമ്പോൾ അവരെ മാന്യമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും അവർ വൾഗാരിറ്റി അതിനകത്ത് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഞങ്ങളിത് കാണിക്കണം, എനിക്കിത് കാണിച്ചേ പറ്റൂ എന്ന് പറയുന്ന കുറെ ആക്ട്രസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ ചരിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ചരിഞ്ഞും നിവർന്നൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്ന നടിമാരുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട, ആക്ട്രസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ന്യായീകരിക്കണ്ട. അപ്പം അത് കാണിക്കാൻ വേണ്ടി വരുന്നവർ അവരെടുത്തു കാണിക്കും. പക്ഷെ ഈ കാണിക്കുന്നവരൊന്നും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിമിഷ ബിജു ഒരു ആൻസർ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. റീസെന്റ് ആയിട്ട് ഈ ദിവസം ചേച്ചി കണ്ടു കാണും, അതായത് ബിഗ് ബോസിലെ മുമ്പ് വിന്നറായിട്ടുണ്ടായിരുന്ന സാബു
അപ്പം പുള്ളി എല്ലാ ഓൺലൈൻ മീഡിയക്കാരും നിൽക്കുമ്പം നീലക്കുയിൽ എവിടെ എന്ന് പറഞ്ഞിട്ട് നീലക്കുയിലിനെ വളരെ മോശമായി അധിക്ഷേപിച്ച ആള്. ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ചേച്ചീനൊക്കെ വളരെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്ത, അപ്പം അങ്ങനെ സാബുമോൻ എന്ന് പറയുന്ന ആള് മുമ്പ് ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് തരികിട സാബു എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ്. നീലക്കുയില് ഈ വീഡിയോ എടുക്കുന്ന നീലക്കുയിലെന്നല്ല, എല്ലാ ചാനലുകാരും ഇത് ചെയ്യാറുണ്ട്. ഇപ്പൊ നീലക്കുയിലിനെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നീലക്കുയിൽ മാത്രമല്ല, ഒരുപാട് ചാനലുകാര് അവിടെ വന്ന് നിൽക്കുന്ന എല്ലാവരും ഇതൊക്കെ എടുക്കാറുണ്ട്. ഇതൊക്കെ അവരുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം പോസ്റ്റ് ചെയ്യാറുമുണ്ട്. ഇതെല്ലാരും കാണാറുമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഈ പറയുന്നത്. അപ്പം ഈ സാബുമോനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സാബുമോൻ അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ചെയ്തപ്പോൾ എന്താണ് നിമിഷ ബൈജുവിന് തോന്നിയത് എന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട് നിമിഷ ബൈജു. നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീലക്കുയിൽ വളരെ ഇപ്പൊ ആരാ നല്ലതുള്ളത്? അതെ, ആരാണ് നല്ലവരായിട്ടുള്ള ആൾക്കാർ ആരാ ഉള്ളത്? ഇവരെല്ലാം ഉള്ളില് ഇവരോടൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ച് അറിയാൻ പറ്റും ഇവരൊക്കെ ഒരു മൃഗം. എല്ലാരും പുറമെ എല്ലാരും ഭയങ്കര ചേച്ചി നീലക്കുയിലിനെയാണോ സാബുവിനെയാണോ? അല്ല, നീലക്കുയിലിന് എനിക്ക് എന്താ പറയാ, എന്നെ ഇതുവരെ ഒന്ന് മോശമായിട്ട് പുള്ളിക്കാൻ എടുത്തിട്ടോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ മിസ്യൂസ് ചെയ്യോ എനിക്ക് തോന്നിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ വീഡിയോ നല്ല സപ്പോർട്ട് ചെയ്ത വീഡിയോ എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിയാസ് അല്ലെ, നീലക്കുയിൽ നിയാസ്. അപ്പൊ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ വനിതാ വിനിതയില് സിനിമ റിലീസ് ആകുമ്പോഴത്തേനും കുറെ കുട്ടിനിക്കറിട്ട് കുറെ പേര് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ ചെന്ന് കറങ്ങാൻ പോകുമ്പോ ഈ ക്യാമറമാൻ വന്ന് എടുത്ത് പോസ്റ്റ് ചെയ്ത് ആർക്കാ കുഴപ്പമുള്ളത്? ഈ വരുന്ന പെൺകുട്ടികൾ അവിടെ റീച്ച് ആവുക ചെയ്യുന്നേ. ഒരു പരിചയമില്ലാത്ത പെമ്പിള്ളാർ വരെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വനിതാ വിനിത ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവർ ഇന്റർവ്യൂ ആയി, പിന്നെ ഇവർക്ക് തിരക്കായി, പിന്നെ ഉള്ള ഷഡ്ഡിമറായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഞാനിത് ജീവിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഷോർട്സ് ഇട്ട് തുള്ളി കഴിഞ്ഞാൽ നിമിഷ വിജയ തുള്ളിയില്ലാതെ നടക്കുന്നേ, നിമിഷ വിജയ തുള്ളിയില്ലാതെ നടക്കുന്നതെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഷഡ്ഡിമറായിട്ടാണ് പബ്ലിക്കായിട്ട് കുറെ എണ്ണങ്ങൾ നടക്കുന്നുണ്ട് തൂക്കി പിടിച്ചോണ്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. അവര് ഓരോ ചാനലുകാർ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഓരോ ആൾക്കാർ കാശുണ്ടാക്കുന്നു. ഇതൊന്നും ഒരു കഴിവില്ലാത്തവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്ര തന്നെ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നിമിഷ ബൈജുവിന്റെ ഈ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ വെള്ളിയാഴ്ച ദിവസം സിനിമ റിലീസ് ആകുമ്പോൾ ഇന്ന് തിയേറ്ററിൽ പോകുമ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്ക് പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്ന, അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ ആക്ട്രസിന്റെ കാര്യം തന്നെ ഈ പറയുന്നുണ്ട്. ആക്ട്രസ് ആണെങ്കിലും ഈ സിനിമാ നടികളാണെങ്കിലും സീരിയൽ നടികളാണെങ്കിലും ആരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാന്യമായ വസ്ത്രം ധരിച്ചു വന്നാൽ അത് വീഡിയോയിൽ എടുത്താൽ മാന്യമായിട്ട് തന്നെ വരൂ. മാന്യമല്ലാത്ത വസ്ത്രം എനിക്ക് കാണിക്കണം എന്ന് പറഞ്ഞ് ടൈറ്റും ഫിറ്റും ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന പെണ്ണുങ്ങളും ആയിക്കോട്ടെ, വൈറലാകാൻ വരുന്ന കുറെ പെണ്ണുങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഈ സിനിമ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സിനിമ കാണാൻ വരുന്നത് അവരെല്ലാം ഇത് തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ അവർ വീഡിയോ എടുക്കുന്നു, ചിലപ്പോൾ വൈറലായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിസിയായി കാര്യങ്ങളായി എല്ലാം ഉണ്ട്. അത് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. അതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരോടൊരു 10 മിനിറ്റ് ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ തനി സ്വഭാവം നമുക്കറിയാം. ഇവരാരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒന്നും അല്ല. ഇതൊക്കെ വെളിയിൽ കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമാണ്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പിൽ വേറെ കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് ഇവിടെ നിമിഷ ബൈജു സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ 10 മിനിറ്റ് ഒരാളോട് സംസാരിക്കുമ്പോഴേ നമുക്ക് അവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയൂ. ഇവരൊന്നും വലിയ പുണ്യാളന്മാരൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നിർത്തുന്നത്. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇതിനെപ്പറ്റി. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഓൺലൈൻ ചാനലുകാർക്ക് എനിക്ക് എല്ലാവരും നല്ല രീതിക്ക് റീച്ച് തന്നിട്ടുണ്ട്, നല്ല ഉപകാരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ എന്നെ ഒരു മോശം വീഡിയോയോ എന്റെ സൈഡിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ഒരു വീഡിയോ പിന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞാൻ പബ്ലിക്കായിട്ട് പോകുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, മാന്യമായ ഡ്രസ് ഇട്ടുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഞാൻ നേരത്തെ വെച്ച പോലെ മാന്യമായ ഡ്രസ് ഇട്ട് പോയി കഴിഞ്ഞാൽ മാന്യമായ ഡ്രസ്സിലുള്ള വീഡിയോസേ വരും. അല്ലാത്ത വീഡിയോസ് ഇപ്പം ടൈറ്റ് ഫിറ്റും ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഒരു നടി, പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് സൂം ചെയ്ത് എടുക്കാൻ പറഞ്ഞ് നിന്ന് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവരത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പരാതിയില്ല. ഇതിപ്പോ എന്താണ് സാബുമോൻ അങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഇതിന്റെ മറുവശവും ഉണ്ട് എന്ന്, അതിന്റെ ഒരു മറുവശവും കൂടി ഉണ്ട് എന്നാണ് നിമിഷ ബൈജു ഇവിടെ പറയുന്നത്. മാത്രമല്ല ഒരുപാട് ചാനലുകാർ ഇടുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു. അനാർക്കലി സ്റ്റേജിൽ നിന്നിട്ട് ഏതോ ഒരു ക്യാമറ, എനിക്ക് പേരറിയില്ല, അടിയിന്നാ ക്യാമറ പിടിച്ചേക്കുന്നത്. അതിലൊന്നും ഈ ക്യാമറ എടുത്തിടുന്ന ഇതിന് അർഹയായ പെൺകുട്ടികൾക്ക് ആർക്കും കംപ്ലൈന്റ് ഇല്ല. പിന്നെ എന്തിനാ ക്യാമറമാനെ കുറ്റം പറയുന്നേ? അത് തന്നെ. ഇത് എടുത്തിട്ട് കഴിയുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആരാ? ഞാനൊരു വീഡിയോ എടുക്കുന്നു, ഒരു ആക്ട്രസിന്റെ വീഡിയോ എടുക്കുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഞാൻ എടുത്തത് ശരിയായില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പരാതി പറയാമല്ലോ. അല്ലെങ്കിൽ ആ ചാനലിനോട് ബന്ധപ്പെട്ട് പറയാമല്ലോ, നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറയണം. അല്ലെങ്കിൽ അവരല്ലെങ്കിൽ പ്രതികരിക്കണം. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുക, അതിന് പിറകിൽ കേസോ കൂട്ടമോ എന്തോ അല്ല അവർക്ക് കൊടുക്കാമല്ലോ. ഇതിനൊന്നും ഒരു നടിമാരോ ഒരാളും പോകുന്നില്ല. അപ്പൊ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ പറയുന്ന മറ്റുള്ളവർക്കാണ് വിഷയം.
അതിനൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവും. അവരുടെ ചാനൽ മോണിറ്റൈസ് ആണ്, അവരിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാവും. അതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് നേരത്തെ നിമിഷ ബൈജു പറഞ്ഞത്. താഴെ ആയിക്കോട്ടെ, നമുക്ക് വീഡിയോ ഒക്കെ ആരെങ്കിലും ഒക്കെ എടുക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രതികരിക്കണം. എനിക്ക് അങ്ങനെ എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ചാനലുകാരെ എടുക്കുന്നെങ്കിൽ ആ ചാനലുമായിട്ട് ബന്ധപ്പെടാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അവരുടെ കോൺടാക്ട്സ് എല്ലാം കിട്ടും. അപ്പം അവരോട് വിളിച്ച് പറയാമല്ലോ, എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, എടുത്തത് നിങ്ങൾ അത് റിമൂവ് ചെയ്യണം, ഇനി വേറെ അങ്ങനെ ചെയ്യരുത് എന്ന്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവർക്ക് വിഷയമില്ല എന്നാണ് നിമിഷ ബൈജു പറയുന്നത്. അതെനിക്ക് ന്യായമായിട്ട് തോന്നി. എനിക്ക് ന്യായമായിട്ട് തോന്നി. നിമിഷ ബൈജു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, പ്രൈവസി എന്ന് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ആക്ട്രസിനായാലും ആക്ടർമാർക്കാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ പ്രൈവസി ഉണ്ട്. പ്രൈവസിയിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്നതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പബ്ലിക് ഫംഗ്ഷനിലും അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ വരുമ്പോൾ അവരിടുന്ന ഡ്രസ്സ് അവർ തന്നെയാണ് അത് സൂക്ഷിക്കുക, അത് അവർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ പറയുന്ന ആക്ട്രസ് ആണെങ്കിലും നടിമാരാണെങ്കിലും സീരിയലിലെ നടിമാരാണെങ്കിലും ആരാണെങ്കിലും അവർ തന്നെയാണ് ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇടുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ആവുമോ എന്നൊക്കെ അറിയാമല്ലോ. പക്ഷെ അവരത് ഇട്ടുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ക്യാമറാമാന്മാർ ക്യാമറയിൽ പകർത്തും. അത് അവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവരെടുത്തത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടും. മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അവരതിന്റെ വരുമാനം ഉണ്ടാക്കും. മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. പിന്നെ സമൂഹം പല വിധത്തിലാണ്. അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുമുണ്ട്, പോസിറ്റീവായിട്ട് കാണുന്നവരുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിന് താഴെ ഒരു ഹൈപ്പിന്റെ ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ ഒന്ന് അമർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.